നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏട്ടനവനെ ആ പ്രധാന പോസ്റ്റിലേക്ക് പിടിച്ചിരുത്താൻ ഒരു കാരണമുണ്ട്. അത് വേറൊന്നുമല്ല, മഹാലക്ഷ്മി അമ്മയുടെ ദത്തുപുത്രി പ്രതീക്ഷയെ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഈ അഭിലാഷ. അപ്പൊ അതാണ് കാര്യം. പെങ്ങള് കുട്ടിക്ക് ചെക്കനെ അന്വേഷിക്കണം. ചുമ്മാതല്ല ഇത്രയും വലിയൊരു പോസ്റ്റില് അഭിലാഷിനെ ഗിരിയേട്ടൻ അപ്പോയിന്റ് ചെയ്തത്. പ്രതീക്ഷയ്ക്കുള്ള സ്ത്രീധനമായിരിക്കും അഭിലാഷിന് കൊടുത്ത ഈ ജോലി. എന്തായാലും എന്റെ വയറ്റത്തടിച്ച് തന്നെ വേണമായിരുന്നോ ഏട്ടന്റെ പെങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കാൻ? അവന് വല്ല കാറോ വീടോ മറ്റോ വാങ്ങിക്കൊടുത്തിട്ട് ഈ കല്യാണം നടത്തിയ പോരായിരുന്നോ? എന്റെ ജോലി തന്നെ തട്ടിപ്പറിച്ചു കൊടുക്കണമെന്ന് ഈ ഏട്ടൻ എന്താ അത്ര വാശി? നീ വെറുതെ സങ്കടപ്പെടണ്ട. ആ ജോലി എവിടെയും പോകാൻ പോകുന്നില്ല. അത് നിനക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈ കല്യാണം നടന്നാലല്ലേ സ്ത്രീധനം കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, പ്രതീക്ഷയും അഭിലാഷും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ഗിരിതപ്പ വന്നു? ഞാൻ അറിഞ്ഞതേയില്ല. ഞാൻ അച്ഛമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്ന നേരം പോയത് അറിഞ്ഞതേയില്ല. എന്നാ പിന്നെ ഞാൻ പോയി പെട്ടെന്ന് കോഫി എടുത്തിട്ട് വരാം. സുമി, വേണ്ട, ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു. അവിടുന്ന് കോഫി കഴിച്ചിട്ടാ വന്നത്. ഗിരി, എന്താ സുമി? അത് പിന്നെ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോഴേ അച്ഛമ്മ എന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ, അച്ഛമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. അമ്മയും പ്രതീക്ഷയെ സുമിയെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നീ വന്നേ പറയട്ടെ. അതെ, ഇല്ലെങ്കിൽ ഞാനിതെല്ലാം മറന്നുപോകും. പ്രതീക്ഷയുടെ കല്യാണം വളരെ ലളിതമായ രീതിയിൽ മതിയെന്നാ അമ്മ പറയുന്നത്. എനിക്ക് അതിനോട് വലിയ അഭിപ്രായമൊന്നുമില്ല. നടത്തുമ്പോ അത് ഗംഭീരമായിട്ട് തന്നെ നടത്തണ്ടേ സുമി. പക്ഷെ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. വലിയ ആർഭാടമൊന്നും കാണിക്കാൻ നിക്കണ്ട. അമ്മ പറഞ്ഞ വഴിക്ക് തന്നെ പോയാ മതി. ആഡംബരത്തിലൊന്നും അല്ല കാര്യം ഗിരി. പ്രതീക്ഷയും അഭിലാഷും നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. അതും ശരിയാ. എന്തായാലും പ്രതീക്ഷയോടുള്ള അമ്മയുടെ കരുതൽ സ്നേഹവും ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവളുടെ കല്യാണത്തിന് വേണ്ടി അമ്മ കുറച്ച് ആഭരണങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ പഴയതായതിന്റെ പേരിൽ അമ്മയ്ക്ക് ചെറിയൊരു വിഷമമുണ്ട്. സുമിയും കൂടെ വന്നിട്ട് ഏതെങ്കിലും നല്ലൊരു ജ്വല്ലറി പോയിട്ട് അതൊക്കെ മാറ്റി വാങ്ങാന്ന അമ്മ പറയുന്നേ. അതിനൊന്നും നിക്കണ്ട ഗിരി. അമ്മയുടെ ആഗ്രഹം പോലെ അതിൽ നിന്നും 1-2 ആഭരണങ്ങൾ എടുക്കാം. ബാക്കിയൊക്കെ നമുക്ക് പുതിയത് തന്നെ വാങ്ങിച്ചു കൊടുക്കാം. അവൾ അനാഥയാണെന്നും അവളുടെ കല്യാണ കാര്യത്തിൽ ഗിരി ശ്രദ്ധിച്ചിട്ടില്ല എന്നും ഒരു തോന്നൽ അവൾക്കുണ്ടാവാനേ പാടില്ല. അതുകൊണ്ട് തന്നെ ആഭരണത്തിന്റെ കാര്യത്തിലൊന്നും ഇനി ഒരു കുറവും വരുത്തരുത് കേട്ടോ. എന്തായാലും ശരി, നമുക്ക് ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തണം സുമി. പിന്നെ നിനക്ക് വേണ്ടി അമ്മ ഒരു സർപ്രൈസ് കൂടെ കരുതി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അമ്മയുടെ സർപ്രൈസ് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് അമ്മ തന്നെ നിന്നോട് പറയും. എന്തായാലും സുമി ഞെട്ടാൻ തയ്യാറായിക്കോ. നിന്റെ സ്വന്തം കുടുംബജീവിതത്തിന് നീ പ്രാധാന്യം കൊടുക്കണം. നിനക്കും ഗിരിക്കും ഒരു കുഞ്ഞ് ജനിക്കണം. ഇന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും സമാധാനത്തില് അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങള് ഗിരിയെ പറഞ്ഞു മനസ്സിലാക്കണം. ഗിരിക്ക് അതെല്ലാം മനസ്സിലാവും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അഭിലാഷും പ്രതീക്ഷയും തമ്മിലുള്ള ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ പിന്നെ ഗിരിയേട്ടൻ എന്നെ മാറ്റി അഭിലാഷിന് കൊടുത്ത ആ ജോലി അതോടെ ഉറക്കും. ഗിരിയേട്ടനും പ്രതീക്ഷയും തമ്മിൽ രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും സ്വന്തം പെങ്ങളെ പോലെയാ ഏട്ടൻ അവളെ നോക്കുന്നത്. പെങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് അളിയനാണല്ലോ. ആ അളിയന്റെ ഭാവിയിൽ കമ്പനി ഡയറക്ടർ ബോർഡിൽ വരെ ഗിരിയേട്ടൻ പ്രതിഷ്ഠിക്കാൻ സാധ്യതയുണ്ട്. നീ പറഞ്ഞതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാ.
SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്നത് ഗിരി ഒറ്റയ്ക്ക. അതിൽ SS ബിൽഡേഴ്സിന്റെ കടിഞ്ഞാണെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടാവണം. അതിനാദ്യം വേണ്ടത് അർഹതയില്ലാതെ നിന്റെ കസേരയിൽ കയറിയിരുന്ന അഭിലാഷിനെ പിടിച്ച് താഴെ ഇറക്കാന്നുള്ളതാ. അതെങ്ങനെ സാധിക്കുമേ? പ്രതീക്ഷയെ കല്യാണം കഴിക്കുന്നതിന്റെ പ്രത്യുപകാരമായിട്ട് ഏട്ടൻ അഭിലാഷിന് നൽകിയ ജോലിയല്ലേ അത്? അഭിലാഷിന്റെ ആ ജോലി എങ്ങനെയാ നമുക്ക് നഷ്ടപ്പെടുത്താനാവുക? പ്രതീക്ഷയെ കല്യാണം കഴിക്കുന്നതിന് അഭിലാഷിന് സ്ത്രീധനമായിട്ട് കിട്ടിയ ജോലിയല്ലേ അത്? ആ കല്യാണം മുടങ്ങിയ പിന്നെ സ്ത്രീധനത്തിന് എന്ത് പ്രസക്തി? ആ അതെ, അത് തന്നെ ഞാനും പറയുന്നത്. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കേ പറ്റുള്ളൂ. എങ്ങനെ? നമുക്കിനി എന്ത് ചെയ്തിട്ട് ആ കല്യാണം മുടക്കാൻ പറ്റുക? നവ്യേ, ഒരു കല്യാണം നടത്താനാണ് പാട്, അത് മുടക്കാൻ ഒരു പാടുമില്ല. പ്രതീക്ഷയെക്കുറിച്ച് കേട്ടാൽ അറയ്ക്കുന്ന, അല്പം എരിവും പുളിയുമൊക്കെയുള്ള എന്നാൽ വിശ്വസനീയമായ ഒരു അപഖ്യാതി അഭിലാഷിന്റെ ചെവിയിൽ എത്തിക്കണം. പതുക്കെ പതുക്കെ അവന്റെ മനസ്സിൽ അവളെക്കുറിച്ച് സംശയത്തിന്റെ വിത്ത് മുളയ്ക്കണം. നമ്മൾ അങ്ങനെ പ്രതീക്ഷയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അഭിലാഷ് വിശ്വസിക്കണമെന്നുണ്ടോ? അത് പറഞ്ഞ് സ്ഥാപിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ലല്ലോ അമ്മ. ഒരു പെണ്ണിനെ കുറിച്ച് അവിഹിതം പറഞ്ഞുണ്ടാക്കുന്നതിന് എന്തിനാടി ഈ തെളിവ്? ഏതൊരു നുണയും ഒരുപാട് ആവർത്തിച്ചാൽ അതിന് സത്യത്തിന്റെ സ്വഭാവം കൈവരും. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചാണ് ആ അപഖ്യാതിയെങ്കിൽ അതിന് കുറച്ചുകൂടി വിശ്വാസ്യത കൈവരും. അതിന് പ്രതീക്ഷയെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ അമ്മേ. പിന്നെ എന്ത് കഥയുണ്ടാക്കും? അത് കേട്ട ഒറ്റയടിക്ക് അഭിലാഷിനെ വിശ്വസിക്കാൻ പറ്റണ്ടേ? എടാ, ബുദ്ധി ഉപയോഗിക്കണം, ബുദ്ധി. പ്രതീക്ഷ നിനക്കറിയാലോ. അവളുടെ പൊന്നാങ്ങളെ ചമഞ്ഞു നടക്കുന്ന ഗിരിയെ അറിയാലോ. അവരെ രണ്ടുപേരെയും ചേർത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരു അവിഹിത കഥയങ്ങ് ഉണ്ടാക്കണം. അത്ര തന്നെ. ഗിരിയേട്ടനെ കുറിച്ചോ? ഗിരിക്കെന്താ കൊമ്പുണ്ടോ? വ്യവസായ പ്രമുഖനും കോടീശ്വരനുമായ ഗിരിധർ നമ്പ്യാരുടെ വെപ്പാട്ടിയാണ് പ്രതീക്ഷ എന്നൊരു കാച്ചു കാച്ചണം. അഭിലാഷിന്റെ മനസ്സ് മാറ്റാൻ ഇതിനേക്കാൾ വിശ്വസനീയമായ മറ്റൊരു അവിഹിത കഥയില്ല. സ്വന്തം വെപ്പാട്ടിക്ക് ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ ഉണ്ടാക്കാനാണ് ഗിരി ശ്രമിക്കുന്നതെന്നുകൂടി പറയണം. ഒന്നുമല്ലെങ്കിലും അവസാന നിമിഷം നിന്റെ കല്യാണം മുടക്കി നമ്മളെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചവനല്ലേ ഗിരി? അതിന്റെ ഉപകാര സ്മരണയ്ക്ക് അവൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. അവനും ഇത്തിരി വേർക്കട്ടെ. സ്വന്തം ഭർത്താവിന്റെ അവിഹിത കഥകൾ സുമിതയുടെ ചെവിയിലും എത്തട്ടെ. ഒരു വെടിക്ക് രണ്ടാണ് പക്ഷി. നമ്മളൊരു തീപ്പൊരി ഇട്ടുകൊടുത്താൽ മാത്രം മതി, അത് കനലാക്കി മാറ്റുന്ന കാര്യം അഭിലാഷും സുമിതയും ചെയ്തോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.